നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മയിലാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി മണ്ണുപ്പാടം മേഖലകളിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. പാതിരിപ്പാടം സ്വദേശി വാളപ്ര മൊഹബിനാണ് പരിക്കേറ്റത്. എടക്കരയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടെ കഞ്ചാവ് ചെടി കണ്ടെത്തി. എടക്കര ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടെയാണ് കുളത്തിന്റെ പരിസരത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വൈദ്യുതി, കുടിവെള്ളം തുടങ്ങി വിവിധ സേവനങ്ങളുടെ നിരക്കുകളിൽ വർധന. ഏപ്രിൽ മുതലുള്ള നിരക്കു വർധനയുടെ ഭാഗമായി പ്രതിമാസം 250 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 5 മുതൽ 15 പൈസ വരെ അധികമായി നൽകേണ്ടി വരും. മാലിന്യമുക്ത കേരളത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂർ നഗരസഭ. മാലിന്യമുക്ത നഗരസഭാതല പ്രഖ്യാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മയിലാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി മണ്ണുപ്പാടം മേഖലകളിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മയിലാടി തൈപ്പറമ്പിൽ ബിനുവിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കാട്ടാനകളെ കാട് കയറ്റുവാനുള്ള വനം വകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. തെങ്ങ്, വാഴ, കമുക് കൃഷികളാണ് നശിപ്പിച്ചത്. 1 മാസം മുൻപും ബിനുവിന്റെ കൃഷിയിടത്തിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ പൊക്കൂട് വനമേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനാണ് ഇപ്പോൾ മയിലാടി മണ്ണുപ്പാടം നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് കാട്ടാനകളെ കാട് കയറ്റുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കാട്ടാനകളെ വനപാലകർ നടത്തിയ തിരച്ചിലിൽ കാണാത്ത സാഹചര്യത്തിൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ പഞ്ചായത്ത് അധികൃതരും മൗനത്തിലായി. രാവും പകലും കാട്ടാനകൾ ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തങ്ങളുടെ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് കർഷകർക്കുള്ളത്. മണ്ണുപ്പാടം അങ്ങാടി വരെ കാട്ടാന എത്തി. രാത്രി 8 മണിയായാൽ വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാനകൾ എത്തുന്ന അവസ്ഥയാണ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. പാതിരിപ്പാടം സ്വദേശി വാളപ്ര മൊഹബിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി ഉപ്പട ചെമ്പൻകൊല്ലിയിൽ വെച്ചാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത്. മൂത്തയിടത്തേക്ക് പോകുന്ന വഴിയിൽ കാട്ടുപന്നിക്കൂട്ടം കുറുകെ ചാടിയാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. താടിയെല്ലിനും കൈക്കും പരിക്കേറ്റ മെഹബിൻ പാലാട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. എടക്കരയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടെ കഞ്ചാവ് ചെടി കണ്ടെത്തി. എടക്കര ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടെയാണ് കുളത്തിന്റെ പരിസരത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഈ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡിവൈഎഫ്ഐ എടക്കര മേഖലാ കമ്മിറ്റി ചുള്ളിയുള്ള പൊതുകുളം വൃത്തിയാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സിറിഞ്ചുകളും മരുന്നുകളും കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി ഞങ്ങൾ നല്ല രീതിയിലൊന്ന് പരിസരം വീക്ഷിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ചെടി കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. എക്സൈസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അത് കഞ്ചാവ് ചെടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസ്, ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടിയാണെന്ന് സ്ഥിരീകരിച്ചു. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ RP സുരേഷ് ബാബു, K ശങ്കരനാരായണൻ, അനീഷ് KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയൻ PC, റിജു CV, പ്രവീൺ E, ജംഷീദ് M, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ NK, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഗ്രേഡ്മാരായ രാജീവ് K, പ്രദീപ് കുമാർ K എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വൈദ്യുതി, കുടിവെള്ളം തുടങ്ങി വിവിധ സേവനങ്ങളുടെ നിരക്കുകളിൽ വർധന. ഏപ്രിൽ മുതലുള്ള നിരക്കു വർധനയുടെ ഭാഗമായി പ്രതിമാസം 250 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന
ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 5 മുതൽ 15 പൈസ വരെയും 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് വിവിധ സ്ലാബുകളിലായി 25 പൈസ വരെയും അധികമായി നൽകേണ്ടി വരും. കൂടാതെ ഫിക്സഡ് ചാർജിലും 5 മുതൽ 15 രൂപ വരെ വർധനവുണ്ടാകും. ഏപ്രിൽ മുതൽ 7 പൈസ സർചാർജ് കൂടി ഉപഭോക്താക്കൾ നൽകേണ്ടതായിരിക്കും. നിരക്ക് വർധനവിലൂടെ KSEB 357.28 കോടി രൂപയുടെ അധിക വരുമാനം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുതിക്ക് പുറമെ വെള്ളക്കരത്തിലും 5% നിരക്കുയർച്ച ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥ പ്രകാരമാണ് ഈ മാറ്റം. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ വിലക്കിയ ഈ വർധന ഇക്കുറി പ്രാബല്യത്തിൽ വരും. കൂടാതെ ടോൾ, ഭൂനികുതി, കോടതി ഫീസ് എന്നിവയും വർദ്ധിക്കുമെന്നും സൂചനകളുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുതുക്കുകയും ടൂറിസ്റ്റ് ബസ്സുകളുടെ നിരക്കുകൾ പുതുക്കുന്നതിനായി കോൺട്രാക്ട് കാരേജ് നികുതി ഘടന ഏകീകരിക്കുകയും ചെയ്യും. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിക്കും. ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനപ്രകാരം കാറുകൾക്ക് 5 രൂപയും വലിയ വാഹനങ്ങൾക്ക് 15 രൂപയും എന്ന നിലയിൽ ടോൾ നിരക്കിലും വർധനയുണ്ടാകും. മാലിന്യമുക്ത കേരളത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂർ നഗരസഭ. മാലിന്യമുക്ത നഗരസഭാ തല പ്രഖ്യാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ, കൌൺസിലർമാരായ സ്വപ്ന ടീച്ചർ, സനില, ബിന്ദു മോഹനൻ, MT അഷ്റഫ്, റനീഷ് കുപ്പായി, റഹ്മത്ത് ചുള്ളിയിൽ, ശബരീശൻ പൊറ്റക്കാട്, നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിലെ 33 വാർഡുകളിൽ മാലിന്യമുക്ത നഗരസഭാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു. നഗരസഭയുടെ 60 സ്ഥാപനങ്ങളിലും 427 അയൽക്കൂട്ടങ്ങളിലും 22 വിദ്യാലയങ്ങൾ, 4 കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ, ടൗണുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലും മാലിന്യമുക്ത ഹരിത കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അജൈവ മാലിന്യ ശേഖരണ ബാഗുകൾ വിതരണം ചെയ്തും വാർഡ് തല ശുചീകരണ പ്രവർത്തനവും ഓടകൾ ശുചീകരണം പ്രവൃത്തി ചെയ്തും വിവിധ പൊതുയിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററുകൾ സ്ഥാപിച്ചുമാണ് നഗരസഭാ തല പ്രഖ്യാപനം നടത്തിയത്. ഇനി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതികളും ചടങ്ങിൽ റിപ്പോർട്ടായി അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക വാഹനം വാങ്ങുവാനും കൂടുതൽ അജൈവ മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കുവാനും സ്ഥാപനങ്ങളിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ബിന്നുകൾ സ്ഥാപിക്കുവാനും മാർക്കറ്റിലെ ബയോഗ്യാസ് നിർമ്മാണവും MCF യന്ത്രവൽക്കരണവും MCF നിർമ്മാണവും തുടങ്ങുവാനും നഗരസഭ തീരുമാനിച്ചു. സ്വർണ്ണവില ആദ്യമായി 68,000 രൂപ കടന്നു. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുടെയും ഓഹരി വിപണിയിലെ ചലനങ്ങളുടെയും പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ കുതിച്ചുചാട്ടം തുടരുന്നു. സംസ്ഥാനത്ത് 1 പവൻ സ്വർണത്തിന്റെ വില ചരിത്രത്തിൽ ആദ്യമായി 68,000 രൂപ കടന്നിരിക്കുകയാണ്. ഇന്നലെ മാത്രം 680 രൂപയുടെ വർധനവോടെ 1 പവൻ സ്വർണത്തിന്റെ വില 68,080 രൂപയിലെത്തി. ഗ്രാമിന് 85 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,510 രൂപയായി. കഴിഞ്ഞ മാസം 66,480 രൂപയിലെത്തി റെക്കോർഡ് കുറിച്ച സ്വർണ്ണവില അതിനു പിന്നാലെ കുറഞ്ഞുവെങ്കിലും വീണ്ടും വർധനവിലേക്കാണ് വഴിമാറിയത്. പവന് 1000 രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷമാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വില വീണ്ടും കുതിച്ചു തുടങ്ങിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറുകയാണ് സ്വർണ്ണവില. ജനുവരി 18-ന് സ്വർണ്ണവില ആദ്യമായി 66,000 തൊട്ട് കടന്നപ്പോൾ ജനുവരി 22-ന് അതിയായ വർധനവോടെ 60,000 കടന്നിരുന്നു. മയക്കുമരുന്ന് കടത്തിലും ഉപയോഗത്തിലും വ്യാപാരത്തിലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതായി കണക്കുകൾ. 2022 മുതൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനും വ്യാപാരത്തിനും പിടിയിലായത് 170 കുട്ടികളാണെന്നാണ് കണക്കുകൾ. സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പ്രതികളായ കേസുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 2022-ൽ 40 കേസും 2023-ൽ 39 കേസും 2024-ൽ 55 കേസുകളും റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2025-ൽ 2 മാസത്തിനിടെ 36 NDPS കേസുകളാണ് ഈ പ്രായപരിധിയിലുള്ളവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. 2021 മുതൽ എക്സൈസ് രജിസ്റ്റർ ചെയ്ത NDPS കേസുകളിൽ 86 കുട്ടികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ കുട്ടികൾക്കുള്ള ശിക്ഷ കുറവായതാണ് ലഹരി മാഫിയ മുതലെടുക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പലപ്പോഴും കുട്ടി കുറ്റവാളികൾക്ക് ജാമ്യം നൽകി വിട്ടയക്കാറുണ്ട്. ഒപ്പം പ്രായപൂർത്തിയാകാത്തവർക്ക് പരമാവധി ശിക്ഷ 4,000 രൂപ പിഴ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാറുമുള്ളത്. ആഘോഷ ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും
ഊട്ടി സന്ദർശനത്തിനായുള്ള ഇ പാസ് നിബന്ധന തമിഴ്നാട് സർക്കാർ കർശനമാക്കി. പ്രതിഷേധവുമായി വ്യാപാരികൾ. ഏപ്രിൽ 2 ഹർത്താൽ. നീലഗിരി ജില്ലയുടെ കവാടങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്രക്കാരെ കടത്തിവിടൂ. ഊട്ടി സന്ദർശനത്തിന് ഇ പാസ് വേണമെന്ന നിയമം ഉണ്ടായിരുന്നുവെങ്കിലും കർശനമാക്കിയിരുന്നില്ല. കഴിഞ്ഞ പെരുന്നാൾ ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് മൂലം തമിഴ്നാടിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്കുണ്ടായത്. ഇത്തവണ വേനൽ അവധി ദിനങ്ങളും ആഘോഷങ്ങളും ഒരുമിച്ച് വന്നതോടെ നൂറുകണക്കിന് വാഹനങ്ങൾ ചുരം കയറും. തമിഴ്നാട് അതിർത്തികളിൽ സ്ഥാപിച്ച പ്രത്യേക ചെക്ക് പോസ്റ്റുകളിൽ ഇ പാസ് സൗജന്യമായി നൽകുന്നുണ്ട്. ആധാർ കാർഡിന്റെ കോപ്പി കരുതണം. ഒരാൾക്ക് ഇ പാസ് എടുക്കുവാൻ ചുരുങ്ങിയത് 2 മിനിറ്റെങ്കിലും സമയമെടുക്കും. ഈ സമയത്ത് റോഡിൽ നിർത്തിയിടുമ്പോഴാണ് ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. മുൻകൂട്ടി ഇ പാസ് എടുത്തു വന്നാൽ കുരുക്കൊഴിവാക്കാനാകും. ചെക്ക് പോസ്റ്റുകളിലെ തിരക്കൊഴിവാക്കുവാൻ വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. ഇതിലൂടെ ഇ പാസിന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇ പാസ് നൽകും. ഊട്ടിയിലേക്ക് ഇ പാസ് നിർബന്ധമാക്കിയതിൽ പ്രതിഷേധവുമായി നീലഗിരിയിലെ വ്യാപാരികൾ. നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. അതിനാൽ ഇ പാസ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഏപ്രിൽ 2 വ്യാപാരികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വണ്ടൂർ ലയൺസ് ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് മൊബൈൽ ഫ്രീസർ ഡൊണേറ്റ് ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മുബാറക്കാക്ക തുടങ്ങി വെച്ച ഒരു സംരംഭം ഇന്ന് ഒരുപാട് രോഗികൾക്ക്, ഒരുപാട് ആളുകൾക്ക് സാന്ത്വനവും ആശ്രയവുമായി മാറുന്നു എന്നറിയുന്നതിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വാണിയമ്പലം പാലിയേറ്റീവ് ഒരുപാട് രോഗികൾക്ക്, നിലാരംബരായ കിടപ്പ് രോഗികൾക്കൊക്കെ ഒരുപാട് നല്ല സേവനങ്ങൾ നൽകുന്ന ഒരു സംരംഭമായി ജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ സ്ഥാനം പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ഇ ബിപിൻ അധ്യക്ഷത വഹിച്ചു. വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ നിജാസ് ബാബു, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഇ കൃഷ്ണകുമാർ, മുരളിക്കാപ്പിൽ, CJ ബിനുകുമാർ, അബ്ദുള്ളക്കുട്ടി KT, സന്തോഷ് കുമാർ A, സുശീൽ പീറ്റർ, നസിറലി K, രാജൻ നെല്ലിക്കോടൻ, മനോജ് കാരാവട്ട്, അനിൽകുമാർ, പ്രകാശ് VP, പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ അഷ്റഫ് VM, നൌഫൽ പാറക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.